അവൻ കണ്ണില്ലാതെ കാണുന്നവനാണ്, അവന് ചെവിയില്ലാതെ കേൾക്കുന്നവനാണ്. ഇത് കേട്ട സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ അല്ലാഹു എവിടെയാണ് ഇരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ലാഹു അർശിന്റെ തമ്പുരാനാണ്. ഇത് കേട്ട സഹാബത്ത് ചോദിച്ചു, നബിയേ ഐന അർശുല്ലാഹ്, ഐന അർശുല്ലാഹ്, അല്ലാഹുവിന്റെ അർശ് എവിടെയാണ് നബിയേ? പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്നതല്ലേ അർശും കുർസുമൊക്കെ. അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, റസൂലുള്ളാഹിയോട് ചോദിക്കുകയാണ്, നബിയേ ഐന അർശുല്ലാഹ്, അല്ലാഹുവിന്റെ അർശ് എവിടെയാണ് നബിയേ? ആ സമയത്താണ് റസൂലുള്ള പറഞ്ഞത്, എവിടെയാണ് സഹോദരങ്ങളെ അല്ലാഹുവിന്റെ അർശ് എവിടെയാ? അത് ചൊവ്വയിലല്ല, വ്യാഴത്തിലല്ല, പ്ലേറ്റോയിലല്ല, ന്യൂട്രോണിലല്ല. അല്ലാഹുവിന്റെ അർശ് എവിടെയാണെന്നറിയോ? അല്ലാഹുവിന്റെ അർശ് നേടി ബഹിരാകാശത്ത് പോകണ്ട, പാത്ത് ഫൈൻഡറസോ ജനറും അപ്പോളോ വേണ്ട. അല്ലാഹുവിന്റെ അർശ് എവിടെയാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്റെ ശബ്ദം കേൾക്ക പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ലാഹുവിന്റെ അർശ് എവിടെയാണെന്നറിയോ? ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ്, ഒരു സത്യവിശ്വാസിയുടെ ഹൃദയമാണ് അല്ലാഹുവിന്റെ സിംഹാസനം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ വൽ ഖൽബു അർശുല്ലാഹി ബിൽ ഇംകാനി ഹുവ ബൈതുൽ മഅ്മൂറു ഫിൽ ഇൻസാനി. നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലാ പടച്ചറബിരിക്കേണ്ടതെങ്കിൽ നിന്റെ കൂട്ടുകാരനായ അല്ലാഹ്, നിന്റെ കൂട്ടുകാരനായ അല്ലാഹ്, എപ്പോ വിളിച്ചാലും വിളി കേൾക്കുന്ന അല്ലാഹ്, ഉറക്കമില്ലാത്ത തമ്പുരാൻ, വിളർച്ചയില്ലാത്ത തമ്പുരാൻ, നീ പൊട്ടിക്കരഞ്ഞ നിന്റെ കണ്ണുനീരപ്പേണ്ട തമ്പുരാൻ, അവനിരിക്കേണ്ടത് ഹൃദയത്തിന്റെ ഉള്ളിലാ. ഹോളിവുഡിന്റെ സിനിമാ താരങ്ങള് ഹൃദയത്തിന്റെ ഉള്ളിൽ ചേർത്തു വെച്ചാ അവരുടെ ഫോട്ടോ കിടക്കുന്ന വാതിലിന്റെ പുറത്തൊട്ടിച്ചിട്ട് അതിലേക്ക് നോക്കി കിടന്ന ചെറുപ്പക്കാരാ, സർവ മനുഷ്യ ദൈവങ്ങളെ വലിച്ചെറിയ്, ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാഹനെ സൂക്ഷിക്ക്. നീ വിളിച്ചാല് വിളി കേൾക്കുന്ന അല്ലാഹ്, നിന്റെ സങ്കടങ്ങൾ മാറ്റിത്തരുന്ന അല്ലാഹ്. കബ്സേ കടി ഗയാ റബ്ബ് ഉമ്മീദ് കേ സഹാറേ, മേരാ ദിൽ ന ജാനേ മേനെ കിസി തരഹ് സെ പുകാരേ. കൂട്ടുകാരൻ ആരാ? സങ്കടം വരുമ്പോൾ ആശ്വസിപ്പിക്കുന്നവനല്ലേ? നിനക്ക് പ്രയാസം വരുമ്പോ നിന്റെ കണ്ണുനീരൊപ്പുന്നവനല്ലേ യഥാർത്ഥ കൂട്ടുകാരൻ? എന്നാ മോനെ കടങ്ങളാണോ? ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ 2 ലക്ഷം രൂപ കടമാ, വെറും ഒരു മദ്രസ മുഅല്ലിമാ, വഴിയില്ല ഉസ്താദേ, വിഷമമാണ്. അല്ല മാറ്റിക്കൊടുക്കട്ടെ. പൊന്നുമോനെ നിന്റെ കൂട്ടുകാരനോട് പറ, പാതിരാ സമയത്ത് വീടിന്റെ ഉള്ളിൽ മുസല്ല വിരിച്ചിട്ട് സുജൂദിൽ കിടന്നിട്ട് പൊട്ടിക്കരയ്, അല്ലാഹുവോട് പറയ്, അല്ലാഹുവേ കബ്സേ കടി ഗയാ റബ്ബ് ഉമ്മീദ് കേ സഹാറേ. എത്ര നാളുകൊണ്ട് നിന്റെ മുമ്പിൽ ഒരു യാചകനെ പോലെ തേങ്ങുന്നു അല്ലാഹുവേ, എന്റെ കണ്ണുനീര് കാണുന്നില്ലേ അല്ലാഹ്? ആരോടും പറയാതെ നെഞ്ചിന്റെ ഉള്ളിൽ ഞാൻ വെച്ചിരിക്കുന്ന എന്റെ പ്രയാസം, എന്റെ ദുഃഖം, എന്റെ ആകുലത, എന്റെ വ്യാകുലത, എന്റെ ആധി, എന്റെ വ്യാധി, എന്റെ ആകുലത, എന്റെ വ്യതകൾ, എന്റെ ശ്രദ്ധകൾ, എന്റെ ദുഃഖങ്ങൾ, എന്റെ പ്രയാസങ്ങൾ. പടച്ചവനെ, ഈ വസ്ത്രത്തിന്റെ ഉള്ളിൽ ഒരു നെഞ്ചുണ്ട്. ആ നെഞ്ചിൻ കൂടിന്റെ ഉള്ളിൽ ആരോടും പറയാതെ ഞാൻ അടക്കി വെച്ച എന്റെ സങ്കടങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, അല്ലാഹുവേ നീ ഞാനുമല്ലാതെ മറ്റൊരാളതറിഞ്ഞിട്ടില്ല. ഏതൊരു മനുഷ്യന്റെ നെഞ്ചിന്റെ ഉള്ളിലും സഹോദരങ്ങളെ, ഈ പളപളാമിന്നുന്ന ഈ നീണ്ട കുപ്പായം ഹൃദയത്തിന്റെ ഉള്ളിലെ വേദന മറയ്ക്കാനുള്ള വെറും ഒരു മറയാണ്. ഈ നെഞ്ചിൻ കൂടിന്റെ ഉള്ളിൽ ഒരു വാരിയെല്ലിന്റെ ഉള്ളിൽ ഒരു ഹൃദയമുണ്ട്. ആരോടും പറയാതെ അല്ലാഹുവേ, ഞാനും നീയും മാത്രം അറിഞ്ഞ എന്റെ വ്യസനം ഞാൻ നിന്നോട് പറയുന്നു അല്ലാഹുവേ. എനിക്ക് നീയല്ലാതെ മറ്റാരുമില്ല. ആര് കൈവിട്ടാലും നീ എന്നെ കൈവിടല്ലേ അല്ലാ. പൊന്നു ചെറുപ്പക്കാരാ, ഹറാമിന്റെ കൂട്ടുകാരനവിടെ നിന്റെ കണ്ണുനീര് കണ്ടാൽ ഈ കൂട്ടുകാരൻ നിന്റെ കൂടെ, നിന്റെ കയ്യിൽ പണമുണ്ടെങ്കിലേ ഉണ്ടാവൂ. പണമുണ്ട് എങ്കിൽ പരിസരം ജനനി വിടമാ, പേക്കൂത്തു തീർന്നാൽ കൂത്തുകാരൻ മാത്രമാ.
പണമുണ്ട് എങ്കിൽ പരിസരം ജനനിബിഡമാ, പേക്കൂത്ത് തീർന്നാൽ കൂത്തുകാരൻ മാത്രമാ. മോനെ, കയ്യിൽ പണമുണ്ടോ? ATM കാർഡ് കയ്യിലുണ്ടോ? കൂട്ടുകാർ കൂടെയുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടാൽ ഒരൊറ്റ ഒരുത്തം നിന്നെ തിരിഞ്ഞു നോക്കൂല. പണമില്ലാത്തവനെ ലോകത്ത് വേണ്ട. പക്ഷേ പണമില്ലാത്ത നിന്നെ കൂട്ടുകൂടുന്ന ഒരാളെ ഉള്ളൂ. അതാരെന്നറിയോ? സത്താറ ഗഫാർ വഹീഹേ ബന്ധോം ഗംഹാർ വഹീഹേ. നിന്റെ എല്ലാ ദുഃഖമറിയുന്ന ഒരാൾ. പണമില്ലെങ്കിൽ ഒറ്റ കൂട്ടുകാരനും ഉണ്ടാവില്ല. എഴുതി വെച്ചോ നിങ്ങള്. ഈ കൂടെ നടക്കുന്നവനുണ്ടാവില്ല, ഈ വെല്ലുവിളിക്കുന്നവനുണ്ടാവില്ല, ഈ ആവാസത്തിന് കൂട്ടു നിൽക്കുന്നവനുണ്ടാവില്ല. പണമില്ലെങ്കിലും ആരോഗ്യമില്ലെങ്കിലും നിന്റെ കൂടെ ഒരു കൂട്ടുകാരൻ ഉണ്ടാവും. അവനാരെന്നറിയോ? വോഹേ സബ് കുച്ച് ജാനിനെ വാല. അവനാണ് നിന്റെ ഉള്ളറിയുന്നവൻ, അവനാണ് നിന്റെ അകമറിയുന്നവൻ, അവനാണ് നിന്റെ ലാഹിർ, അവനാണ് നിന്റെ ബാത്തിന്. എല്ലാം അറിയുന്ന അല്ലാഹു. അവനോട് കൂട്ടുകൂടണേ പൊന്നുപെങ്ങളെ, കൂട്ടുകൂടണേ. ആര് നിന്നെ കൈവിട്ടാലും ആ കൂട്ടുകാരൻ കൈവിടില്ല. പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമി, നിലവിളിച്ചാൽ ഒരാൾ പോലും കേൾക്കാറില്ല. ചുട്ടുപടുത്ത മണലാരണ്യത്തില് പ്രസവവേദനയിൽ കിടന്ന് വല്ലാതെ നിലവിളിക്കുമ്പോ, പള്ളത്തെ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്നെ പോലൊരു പെണ്ണ്, മജ്ജയുള്ള മാംസമുള്ള വിചാരമുള്ള ഒരു പെണ്ണ്, ആ പെണ്ണ് മരുഭൂമിയിൽ ഒരാൾ പോലും സഹായിക്കാനില്ല. ആ പെണ്ണ് വിളിച്ചില്ലേ, അല്ലാഹുവേ അല്ലാഹുവേ യാ ലൈതനി മിത്തു ഖബല ഹാദാ വകുന്തു രസിയം മൻസിയാ. ആര് സഹായിക്കാനില്ല അല്ലാഹുവേ. മരണത്തിന് സമാനമായ വേദനയിൽ പിളയുകയാണ്. അല്ലാഹുവേ, ഞാനിവിടെ മരിച്ചു വീണിരുന്നെങ്കിൽ ആരുമില്ലാത്ത മരുഭൂമിയിൽ ഒരു പാവപ്പെട്ട കൗമാരിക്കാരി പെണ്ണ്, ആ പെണ്ണ് നിലവിളിക്കുമ്പോ, പൊന്നു പെങ്ങളെ, കൗമാരക്കാരി പെണ്ണ്, ഏത് കൗമാരമെന്നറിയുമോ? എറണാകുളം ജില്ലയിലെ +2 പഠിക്കുന്ന പെണ്ണ്. അവള് ഹോസ്റ്റലിലോട്ട് കടന്നു പോകുമ്പോ ഇന്റർവെല്ലിന് കുടിക്കാനുള്ള വെള്ളം വെച്ചിരിക്കുന്ന വാട്ടർ ബോട്ടിൽ തുറന്നു നോക്കുമ്പോ, ആ വാട്ടർ ബോട്ടിൽ ഇന്റർവെല്ലിന് കുടിക്കാനുള്ള വെള്ളമല്ല, ആ കൗമാരക്കാരി പെണ്ണിന് കുടിക്കാനുള്ള മദ്യമാണ്. എറണാകുളം നഗരത്തിൽ ഇന്റർവെല്ലിന് കുടിക്കുന്നത് കുട്ടികൾ കള്ള്. ആ കൗമാരമല്ല പൊന്നുമോളെ. ഈ കൗമാരം പരിചയപ്പെടുക. മരുഭൂമിയുടെ നടുക്കുന്നെന്ന് വിളിച്ചപ്പോ, അല്ലാഹുവേ സഹായിക്കാൻ ആരുമില്ല അല്ലാ. ഞാനിവിടെ മരിച്ചു വീണിരുന്നെങ്കിൽ, സഹോദരിമാരെ, മരണത്തെ ആഗ്രഹിച്ചിട്ട് നിന്നെ പോലൊരു പെണ്ണ് നിലവിളിച്ചപ്പോ കൂട്ടുകാരന് സഹിക്കാൻ പറ്റുമോ? ആകാശത്ത് നിന്ന് ശരീരം ഉണ്ടായി. ഖുർആൻ തന്നെ പറയട്ടെ, ഞാൻ പറഞ്ഞതല്ല, ഖുർആൻ പറഞ്ഞതാണ്. ഫനാദാഹാ മിൻ തഹ്തിഹാ അല്ലാ തഹ്സനി ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയാ. ഓ മറിയമേ, ഓ മറിയമേ, ഫനാദാഹാ മിൻ തഹ്തിഹാ. എവിടെ നിന്നോ വിളിച്ചു, മറിയമേ, നീ എന്നെ കൂട്ടുകാരനാക്കിയതല്ലേ, എനിക്ക് വേണ്ടി ജീവിച്ചതല്ലേ. അല്ലാ തഹ്സനി, ദുഃഖിക്കണ്ട മറിയമേ, ദുഃഖിക്കണ്ട. പൊന്നുപെങ്ങളെ, അള്ള വിളിക്കും നിന്നെ. അള്ള മനസ്സിന് തോന്നിക്കും, ദുഃഖിക്കണ്ട, വിഷമിക്കണ്ട. ഞാനല്ലേ നിന്റെ കൂടെയുള്ളത്. അവനോട് വിളിച്ച് കരഞ്ഞപ്പോ, ഇടയനെ വിളിച്ചു ഞാൻ കരഞ്ഞപ്പോൾ, ഉടനവൻ അരുകിൽ അണഞ്ഞരുളി, ഭയം ഒരു നിമിഷവും തളരരുടെ, മയങ്ങുകില്ല, ഉറങ്ങുകില്ല, നിന്റെ കാൽ വഴുതാനിടയാവുകില്ല. ഉറങ്ങുകില്ല, മയങ്ങുകില്ല, നിന്റെ കാൽ വഴുതാനിടയാവുകില്ല. നിന്റെ കാല് വഴുതാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് വിഷയത്തിന്റെ വൈപുല്യത കൊണ്ട് പെട്ടെന്ന് പറയട്ടെ, സഹോദരങ്ങളെ, പടച്ച റബ്ബിനെ കൂട്ടുകാരനാക്കണം, അള്ളാഹനെ കൂട്ടുകാരനാക്കണം. അള്ളാഹുവിന്റെ മുമ്പിൽ കണ്ണുനീരോട് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കണ്ണുനീരിന് പ്രതിഫലം നൽകും. ഒന്നാമത്തെ കൂട്ടുകാരൻ പടച്ച റബ്ബാകട്ടെ. ഒന്നാമത്തെ കൂട്ടുകാരൻ പടച്ച റബ്ബാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാല്ലാഹ് പടച്ച റബ്ബിനെ കൂട്ടുകാരനാക്കി നമ്മൾ കരഞ്ഞ അള്ള കണ്ണുനീര് തുടച്ചു തരും. അവന്റെ ഭാഗത്തുനിന്ന് സാന്ത്വനം ഉണ്ടാകും. അള്ളാഹു ഹൃദയത്തിന് സമാധാനം തരും. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കട്ടെ.
അള്ളാഹു അങ്ങനെ ആക്കട്ടെ. ഒന്നാമത്തെ കൂട്ടുകാരൻ